അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 4 മണിക്കുള്ള ചായക്കുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. അതിന് വേണ്ട ഈ 2 ഗ്ലാസ്സിന് മൈദ, 1 ഗ്ലാസ് റവ, 3/4 ഗ്ലാസ് പഞ്ചസാര, 1 നുള്ള് ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ചെറിയ ചൂടുവെള്ളം 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. ഒത്തിരി ലൂസാവരുത്, കുഴഞ്ഞ പരുവത്തിൽ ഇങ്ങനെ തവി കോരി എടുത്താൽ കുറേശ്ശെ ഒഴിക്കത്തക്കവണ്ണം പരുവത്തിന് എടുക്കണം. അങ്ങനെ എടുത്ത് ഇതങ്ങനെ ഈ അരമണിക്കൂർ വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്രയും സാധനം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ പരുവത്തിന് അരമണിക്കൂർ വെച്ചൊന്ന് കുതിരാൻ വെച്ചിരിക്കുമായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ലൂസായിരിക്കണം. ഒത്തിരി ലൂസും ആവരുത്, ഇത്രയുമേ ലൂസാകാവൂ. എന്നാലും നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഒഴിക്കുമ്പം അതിങ്ങനെ ചെറുതായിട്ട് വരത്തുള്ളൂ, അല്ലേ അങ്ങ് പടന്ന് ഇതാവും. ചൂടായി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഒഴിക്കുകയാണ് അതിലോട്ട്. എടുക്കാൻ പാടില്ല ഉണ്ട്. അതാണ് ഒഴിച്ചിരിക്കുന്നത്. അത് തീ കുറച്ചിട്ട് ഒരു വശം മൂത്ത് വരുന്നുണ്ട്. ചീറ്റയൊക്കെ ചുമന്ന് വരണം. ചെറുതായിട്ട് ചെറിയ തീയിലിട്ട് മൂപ്പിച്ച് അകമൊക്കെ നല്ലപോലെ വെന്ത് തീ കുറച്ചിട്ട് നല്ല ചുമന്ന നിറമായിരിക്കണം ഇതിന്. ഞാൻ ആദ്യം ഒഴിച്ചുള്ളൂ, എണ്ണ കുറച്ചേ എടുത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓയിൽ കുറച്ചേ ഒഴിച്ചുള്ളൂ. അതുകൊണ്ട് ഓരോന്നോരോന്നാണ് എടുക്കുന്നത്. ഓയിൽ ഏറെ ഒഴിച്ചാൽ നമുക്ക് 2-3 ഒക്കെ ഒഴിക്കാം. ഇത് നോക്ക് വേണം. തിരിച്ചിട്ട് മറിച്ച് വിട്ട് മൂപ്പിച്ചെടുക്കണം നല്ലതായിട്ട്. ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ് ഇത്. വൈകിട്ടത്തെ ചായയുടെ നല്ലതാണ് കഴിക്കാൻ. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് ബെല്ലൈക്കൺ അമർത്തി അത് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കണം.